മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഹോസ്പിറ്റലിലെത്തിയതും അശോക് നിധി എടുത്തുകൊണ്ട് വേഗം ഉള്ളിലേക്ക് ഓടി. നിധിക്ക് ബോധം വരാൻ വൈകുന്തോറും അശോകിനൊട്ടും മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ അവളെ പരിശോധിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും അശോക് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ, നിധി അവൾ ഓക്കെയാണ് ഡോക്ടർ. അവന്റെ മുഖത്തെ എല്ലാ പരിഭ്രാന്തിയും നോക്കി കണ്ടുകൊണ്ട് ഡോക്ടർ അവനെ നോക്കി. സി മിസ്റ്റർ അശോക്, നിധിക്ക് ക്രിട്ടിക്കലായിട്ടുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബോഡി ഒരുപാട് വീക്കാണ്. 2 ദിവസമായി ഭക്ഷണം കഴിക്കാത്ത ക്ഷീണ കുട്ടിയുടെ ശരീരത്തെ വല്ലാത്ത ബാധിച്ചിട്ടുണ്ട്. എല്ലാം കൂടെയായി. അതിനിടയിൽ ഈ വീഴ്ചയും. നിങ്ങളുടെ വീട്ടിൽ ആ കുട്ടി എന്താ പട്ടിണിക്ക് ഇട്ടിരിക്കുകയായിരുന്നോ? ഡോക്ടർ, മറ്റൊന്നും കൊണ്ട് ചോദിച്ചതല്ല. ആ കുട്ടി ഒറ്റക്കല്ലെന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. ഉള്ളിൽ കുഞ്ഞ് ജീവനും കൂടെയുണ്ട്. എന്നിട്ട് ഈ കുട്ടി കഴിക്കുന്നത് നോക്കാനോ കൊടുക്കാനൊന്നും ആരില്ലെന്ന സംശയം കൊണ്ട് പറഞ്ഞാ. സോറി ഡോക്ടർ, കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനിടയിൽ നിധി മിസ്സിംഗ് ആയി. പരിചയമുള്ള ഫാമിലി ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരുവിധം കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ അശോക് അവരെ. ഓക്കെ, ശരിക്കും ഇതുപോലുള്ള കേസൊക്കെ പോലീസിൽ അറിയിക്കണം. നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഏതായാലും നിധിക്ക് ബോധം വരട്ടെ. 2 ദിവസം ഇവിടെ തന്നെ ഇരിക്കട്ടെ. കുറച്ച് വൈറ്റമിൻ മെഡിസിൻ, പിന്നെ 2 ദിവസം ട്രിപ്പ് കയറ്റിയ ആൾ കുറച്ച് ഓക്കെ ആവും. പിന്നെ തലയിലും മുറിവുണ്ട്, അത് അത്ര നിസ്സാരമാക്കണ്ട. ബ്ലഡ് അല്പം കൂടുതൽ പോയിട്ടുണ്ട്. 2 ദിവസം കിടക്കട്ടെ എന്തായാലും, എന്നിട്ട് നോക്കാം നമുക്ക്. അതും പറഞ്ഞ് ഡോക്ടർ പോയതും ഇതേ സമയമാണ് വിവരങ്ങൾ അറിഞ്ഞ് മുത്തശ്ശിയും സരസ്വതിയും ദുർഗയും സത്യനും രാജവർമ്മയും അങ്ങോട്ട് വന്ന്. എന്റെ മോള് എന്താ പറ്റിയേ? അയ്യോ! നിലവിളിച്ചുകൊണ്ട് ഓടി വരും ദുർഗയെ കണ്ട് അരുണ അശോക് മുഖത്തോട് മുഖം നോക്കി. എന്താ എന്റെ മോൾക്ക് പറ്റിയേ? പറ. ആന്റി, ഷിയോക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ക്ഷീണം കൊണ്ട് മയക്കത്തില്ല. ബോധം വന്ന റൂമിലോട്ട് മാറ്റും. അശോകിന്റെ തളർന്നു നിൽപ്പ് കണ്ട് അവനെ നോക്കിയപ്പോൾ അരുൺ ദുർഗയെ നോക്കി പറഞ്ഞു. മണിക്കൂറുകൾ കടന്നുപോയി. ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞാണ് നിധിക്ക് ബോധം വന്നത്. ആ നിമിഷമൊക്കെയും അശോക് ആരോടും തന്നെ സംസാരിച്ചിരുന്നില്ല. ആൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പോടെ ICU മുമ്പിൽ കാത്തിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്നു അശോകിന്റെ അടുത്തേക്ക് ചെന്നു. നിധിക്ക് ബോധം വന്നിട്ടുണ്ട്, കയറി കണ്ടോളൂ കേട്ടോ. ഡോക്ടർ പറയുമ്പോൾ ഏത് രീതിയിൽ എന്ത് പറഞ്ഞ അവൾക്ക് മുമ്പിൽ താൻ നിൽക്കുമെന്ന് ഒരു നിമിഷം ചിന്തിച്ചു അശോക്. കെട്ടിയ താലി പോലും താൻ അറുത്തു മാറ്റി. തന്നോട് ക്ഷമിക്കാൻ അവൾക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ അവൾ ക്ഷമിക്കും വരെ താൻ അതിനുവേണ്ടി പരിശ്രമിക്കും. മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്തു അവൻ. മോനെ അശോക്. പുറകിൽ അരുന്നത് വിളിയേട്ടതും അശോക് അവരെ തലയിരിച്ച് തിരിഞ്ഞു നോക്കി. ചെന്ന് സംസാരിക്കേ. പരിഭവവും ദേഷ്യവും സങ്കടമെല്ലാം അവളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അതിനെല്ലാം തക്കതായ കാരണങ്ങളുണ്ട്. ക്ഷമയോടെ എല്ലാം പറഞ്ഞു തിരുത്തണം. ചെല്ല്. അരുന്ധതി പറയുന്ന കേട്ട് അല്പനേരം എന്തോർത്ത് പതി ICUവിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. കണ്ണുകൾ അടച്ചു കിടക്കുന്നവളെ കാണാൻ അടുത്തേക്ക് ചെന്നു. നിധി. ആർദ്രമായ അവന്റെ വിളിയിൽ പതിയെ മിഴികൾ ചിമ്മി തുറന്ന് നിധി. തനിക്ക് മുമ്പിൽ നിൽക്കുന്നവനെ കണ്ടപാടെ അവൾ മുഖം തിരിച്ചു. നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാവണം അവനിലും വലിയ ഭാവമാറ്റൊന്നും ഉണ്ടായില്ല. നിധി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അവളുടെ വലത്തേക്കായി പൊതിഞ്ഞു പിടിച്ചു അവൻ. തന്റെ കൈ അവനിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിച്ചതും അവന്റെ ബലിഷ്ഠമായ കരവലയത്തിനുള്ളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. നിധി, എല്ലാം ഒരു സോറി കൊണ്ട് തീരുന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും എന്റെ പ്രവൃത്തി തന്നെ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. ഒരുപക്ഷെ നീയാണ് ഞാൻ തേടി നടന്ന നിധി എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പോലും ഇങ്ങനെയൊന്നും. നീ എൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നീ എനിക്കറിയുന്ന ശിവാംഗി ആയതുകൊണ്ടല്ല, അതിനേക്കാൾ ഞാൻ എൻ്റെ നിധിയെ സ്നേഹിക്കുന്നുണ്ടാ. അത്രമേൽ എൻ്റെ നിധി എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാ എനിക്ക് അങ്ങനെയൊക്കെ നീ എന്നെ മനസ്സിലാക്കുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നീ കാണിക്കുന്ന ഈ അകൽച്ച അതെന്നുള്ള ഇഷ്ടക്കുറവോ ദേഷ്യമോ അല്ലെന്ന് എനിക്കറിയാം. മറിച്ച് പ്രതീക്ഷയോടെ നിന്ന് എനിക്ക് എന്നിൽ നിന്ന് കിട്ടിയ വേദന മാത്രമാണ്. അശോകിൻ്റെ നിധിക്ക് ഈ അശോകിനെ വെറുക്കാൻ കഴിയില്ല നിധി. പറയുന്നതോടൊപ്പം അവളെ പൊതിഞ്ഞു പിടിച്ച കൈകളിൽ ചുണ്ടുകൾ ചേർത്തും തൻ്റെ ഇരുമിഴികളും ഇറുകെ അടച്ചു അവൾ. താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തന്നെയൊന്ന് തിരിഞ്ഞുപോലും നോക്കാത്തവളെ കാണെ ചെറിയ നോവോടെ പുറത്തേക്ക് ഇറങ്ങി അശോക്. അറിയാം നിധി, നിന്റെ മനസ്സിപ്പോൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. എങ്കിലും എനിക്ക് ഉറപ്പുണ്ട് നീ അശോകിനെ മനസ്സിലാക്കും. ഐ ട്രസ്റ്റ് യു. മനസ്സിലെ ഉറപ്പോടെ സ്വയം പറഞ്ഞു അശോക്. നിധിയൊന്ന് ഓക്കെ ആയതും അടുത്ത ദിവസം അവൾ റൂമിലേക്ക് മാറ്റി. എല്ലാത്തിനും ഏതിനും അവൾക്ക് ചുറ്റൊരു വലയം പോലെ ദുർഗയും സരസ്വതിയും കൂടെയുണ്ട്. അശോകെല്ലാം നോക്കിക്കണ്ട് അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ സമയം അവരെക്കാൾ കൂടുതൽ താനാണെല്ലാം ചെയ്തു കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിലും അവൾ അവനെ അടുപ്പിക്കുന്ന മട്ടിലായിരുന്നു. അത് അവനെ ഏറെ നിരാശനാക്കിയിരുന്നെങ്കിലും വീട്ടിലെത്തിയാലൊക്കെ ശരിയാവുമെന്ന ചിന്തയിലായിരുന്നു അശോക്. ആഹാ, മുത്തശ്ശിയുടെ മോളൊന്നും ഉഷാറായല്ലോ. റൂമിലേക്ക് കയറി വന്ന അരുന്ധതി അവൾ നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു. മുത്തശ്ശി. ഒരു ചിരിയോടെ വിളിച്ചു നിധി. ഇപ്പം എങ്ങനെയുണ്ട് മോളെ? ക്ഷീണമുണ്ടോ? ഇല്ല മുത്തശ്ശി, കുഴപ്പമൊന്നുമില്ല. മുത്തശ്ശി ഒരുപാട് പേടിച്ചു പോയല്ലോ മോളെ. എന്തായാലും ഒന്നും സംഭവിക്കാതെ ദൈവം കാത്തിരക്ഷിച്ചു. ചെറുപുൻചിരിയോടെ അരുന്ധതിയുടെ കയ്യിൽ പിടിച്ചവൾ പെട്ടെന്നാണ് ഡോക്ടർ റൂമിലേക്ക് കയറി വന്ന്. ആഹാ, ഇന്നേക്ക് നല്ല മാറ്റമുണ്ടല്ലോ. പറയുന്നതോടൊപ്പം നേഴ്സ് നൽകിയ റിപ്പോർട്ട് വാങ്ങി ചെക്ക് ചെയ്തു. അതെ, നിധിയെ പരിശോധിക്കണം. എല്ലാവരോടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറയാം. നിധിയെ പരിശോധിക്കണം. നേഴ്സ് എല്ലാവരോടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. റൂമിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. നിധിയെ പരിശോധിച്ച് ഡോക്ടർ പുറത്തിറങ്ങിയതും അശോക് അവരുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ, പേടിക്കണ്ട, അമ്മയും കുഞ്ഞിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏതായാലും നാളെ രാവിലെ ഡിസ്ചാർജ് ആവാം.
പിന്നെ തലയിലെ മുറിവൊന്ന് ശ്രദ്ധിക്കണം. വാഷ്റൂമിലൊക്കെ ഒറ്റക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ചിലപ്പോൾ തലകറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നല്ല വിറ്റാമിൻ അടങ്ങിയ ഫുഡ് മാക്സിമം കഴിപ്പിക്കണം. എസ്പെഷ്യലി പട്ടിണിക്കിടരുത്. ഭക്ഷണം കഴിപ്പിക്കുക തന്നെ വേണം. ഓക്കെ ഡോക്ടർ. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്രയും പറഞ്ഞൊരു പുഞ്ചിരിയോടെ ഡോക്ടർ പോകുമ്പോൾ വീട്ടിലെത്തി അവളെ കൺവിൻസ് ചെയ്യുന്ന ചിന്തയിലായിരുന്നു അവൻ. മോളെ നിധി, ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ, നല്ല ഭക്ഷണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ഇനി അങ്ങോട്ട് നല്ലപോലെ ശ്രദ്ധിക്കണം. ഏതായാലും നാളെ മോള് വീട്ടിലെത്തിയാൽ നിന്റെ കാര്യങ്ങളൊക്കെ ഈ മുത്തശ്ശിയാനെ നോയിക്കോളാം. മുത്തശ്ശി? അരുന്ധതി സന്തോഷത്തോടെ പറയുന്ന കേട്ട് നിധി ഒരു ഇടറിലോടെ വിളിച്ചു അവരെ. എന്താ മോളെ? മുത്തശ്ശി, അത് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ അമ്മായിയുടെയും മാമിയുടെയും കൂടെ പോവാ. ഒരു നിമിഷം സൗമ്യമായി പറയുന്നവരുടെ വാക്കുകൾ അവളെ തന്നെ നോക്കി നിൽക്കുന്നവന്റെ കാതുകളിൽ ഒരു അഗ്നി പോലെ എരിഞ്ഞു. മോളെ നിധി, മുത്തശ്ശി പ്ലീസ് എന്നെ നിർബന്ധിക്കരുത്. മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അതേ നിധി, നീ ഇല്ലെങ്കിൽ എങ്ങനെയാ? ഞങ്ങൾ ആരും നിന്നെ ഈ നിമിഷം വരെ ഒന്നിനും കുറ്റപ്പെടുത്തിയിട്ടില്ല. എൻ്റെ മോൻ്റെ മരണം അതൊരു പക്ഷേ വിധി അങ്ങനെയാവാം. അവിടെ മോളിൽ തെറ്റും ചെയ്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ എന്താ മോളെ? സരസ്വതി വേവലാതിയോടെ ചോദിക്കുമ്പോൾ അരുന്ധതിയെയും സരസ്വതിയെയും നോക്കിയവൾ. ശരിയാ, നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ അങ്ങോട്ട് വരേണ്ടത് എന്ത് ബന്ധത്തിൻ്റെ പേരിലാ അമ്മേ? പറ. കെട്ടിയ താലി അത് ചാർത്തിയാൾ തന്നെ പൊട്ടിച്ചെറിഞ്ഞില്ലേ? പിന്നെ എന്തിൻ്റെ പേരിലാ അമ്മേ? പറ മുത്തശ്ശി. മോളെ എന്ത് മറുപടിയാണെന്നറിയാതെ തകർന്ന മനസ്സോടെ നിധിയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചുപോയി സരസ്വതി. അരുന്ധതിയുടെ മിഴികൾ എല്ലാം കേട്ടൊരു സൈഡിൽ കൈകൾ പിണച്ചിട്ട് നിൽക്കുന്ന അശോകിലേക്ക് നീണ്ടു. ഒരു ഭാവമാറ്റം ഇല്ലാതെ അവൾ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു അരുന്ധതി. മോളെ നിധി, മുത്തശ്ശി മോളെ നിർബന്ധിക്കാനോ നിൽക്കുന്നില്ല. കാരണം അത്രമാത്രം നീ വേദനിച്ചിട്ടുണ്ടെന്ന് ആരെക്കാളും കൂടുതൽ ഈ മുത്തശ്ശിക്ക് അറിയാം. എന്നാലും നീ എന്നും കൈലാസത്തിൽ വേണമെന്നും ഈ വയറ്റി കിടക്കുന്ന ഞങ്ങൾ അശോകിൻ്റെ കുഞ്ഞെ കൈലാസത്തിൽ ഓടിച്ചാടി നടക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന മുത്തശ്ശിയാണ് ഞാൻ. ആ ആഗ്രഹം കൊണ്ട് പറയാം, ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ മോള് ക്ഷമിക്കേ. അവനെ മുത്തശ്ശി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതല്ല. അവൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ കഴിയുമോ മോളെ? അരുന്ധതിയുടെ വാക്കുകൾ കേൾക്കെ നിധി ഒന്നും തന്നെ മറുപടി അറിഞ്ഞില്ല. വേണ്ട ഗ്രാൻമ, അവളാരും നിർബന്ധിക്കണ്ട. അരുന്ധതി പറഞ്ഞിരുന്നും അശോകിന്റെ ശബ്ദം അവിടെ ഒന്നാകെ മുഴങ്ങി. മോനെ അശോക്. അരുന്ധതിയും സരസ്വതിയും സംശയഭാഗത്തോടെ നോക്കിയവനെ. നിങ്ങളിങ്ങനെ നോക്കുന്നു വേണ്ട. എൻ്റെ ഭാര്യയ്ക്ക് അവിടെ അമ്മായിയുടെ മാമിയുടെയും കൂടെ താമസിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. മോനെ, അപ്പോൾ നീ രണ്ടാളും വേർപിരിഞ്ഞ് നിൽക്കാനാണ് അപ്പോൾ തീരുമാനം? നിറഞ്ഞ മിഴികളോട് അശോകിനെ നോക്കി ചോദിച്ചു അരുന്ധതി. നോ ഗ്രാൻമ, അങ്ങനെ ഇവളിൽ നിന്ന് അകന്നിൽക്കാനല്ലോ ഞാൻ ഇവളെ കൊണ്ടുവന്നേ. ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയ പോരെ. എൻ്റെ ഭാര്യ എവിടെയാണോ അവിടെ ഉണ്ടാവും ഈ അശോക്. എന്താ ആൻറ്റി, ഞാനും കൂടെ അവിടെ നിൽക്കുന്നില്ല, ആൻറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടോ? പെട്ടെന്ന് ദുർഗയുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ വിളറി വെളുത്ത് ദുർഗ. അശോക് ഒരു ചെറു ചിരിയോടെ നിധിയെ നോക്കിയതും അവൾ അവനെ പൂച്ചിച്ച് മുഖം തിരിച്ചു. ഇത്തവണ നിരാശയ്ക്ക് പകരം അവിടെ കുറുമ്പ് കണ്ടവനെ ചിരിയാണ് വന്ന്. അവൾക്കടുത്തായി കൈകൾ ബെഡിൽ കുത്തി കുനിഞ്ഞു നിന്നു അവൻ. അശോക് തന്റെ അടുത്ത് നിൽക്കുന്ന മനസ്സിലായത് നിധി പതിയെ തലയിരിച്ചവനെ രൂക്ഷമായി നോക്കി. നിങ്ങൾ പറയുന്നത് നടക്കില്ല അശോക്. എന്റെ കൂടെ വന്നു നിൽക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശമുണ്ട്? നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ അധികാരത്തിലാ നിങ്ങളത് പറയുന്നത്? അവളുടെ ഉറപ്പോടെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടുവിരൽ അവളുടെ അധരങ്ങൾക്ക് മുകളിൽ തടുത്തു വെച്ചു അശോക്. ശേഷം ഒരു പുഞ്ചിരിയോടെ തന്നെ പോക്കറ്റിൽ നിന്നും കുഞ്ഞിലെ നിധിയുടെ കഴുത്തിൽ താലിയാർത്തുന്ന ആ ഫോട്ടോ എടുത്ത് അശോക് അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. അന്ന് നിന്റെ കഴുത്തിൽ താലിയാർത്തിയത് ഈ ഞാൻ തന്നെയാ നിധി. എൻ്റെ ഓർമ്മകളിൽ ഞാൻ താലിയാർത്തി എൻ്റെ ഭാര്യയാക്കിയവൾ. പിന്നീട് ഇപ്പം നടന്ന് ഒരുപക്ഷെ അതെൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. മാത്രമല്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന എനിക്ക് നീ അന്ന് നിധിയായിരുന്നില്ല, ശിവാംഗിയായിരുന്നു. ഞാൻ തേടി അറിഞ്ഞ നിധി നീയാണെന്ന് അറിഞ്ഞപ്പോൾ അതെനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, അന്ന് ഞാൻ പൊട്ടിച്ചെറിഞ്ഞ് ഈ അശോക് നീ എൻ്റെ സ്വന്തമാണെന്ന് അറിവിൽ കിട്ടിയ താലിയല്ല. എൻ്റെ അറിവിൽ ഞാൻ എൻ്റെ നിധിയെ കിട്ടിയ താലി ഇന്നും നീ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ കഴിയും നിനക്ക്? അവൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ കഴിയാത്തതുകൊണ്ടാവും ഒന്നും മിണ്ടാ തലതാഴ്ത്തിയെന്നല്ലാതെ മറ്റൊന്നും മിണ്ടിയില്ല അവൾ. അശോകിന്റെ വാക്കുകൾ ഓർക്കെ അരുന്ധതിയും ഓർത്തു. അന്ന് സത്യനെ ഏൽപ്പിച്ച ബാഗിൽ അവൾ തനിക്ക് കാണിച്ചു തന്ന അശോക് കെട്ടിയ താലിയും ഇവിടുന്ന് നൽകിയ ആഭരണങ്ങളും എല്ലാം. അശോക് നിധിയെ നോക്കി. അതുകൊണ്ട് എൻ്റെ ഭാര്യ ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടണ്ട, കിടന്ന് റെസ്റ്റ് എടുക്ക്. അവളുടെ കവിളിലും തട്ടിക്കൊണ്ട് അത്രയും പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. അരുന്ധതിയിലും സരസ്വതിയിലും അടങ്ങാത്ത സന്തോഷം തന്നെയായിരുന്നു അവന്റെ വാക്കുകളിൽ. ദുർഗയ്ക്ക് ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ടെങ്കിലും അവളുടെ ജീവിതം തകർന്നു പോകില്ലെന്ന ചിന്തയിൽ വല്ലാത്ത ആശ്വാസവും സന്തോഷവും പുറമേ കാണിച്ചില്ലെങ്കിലും മനസ്സിൽ അവർ സന്തുഷ്ടയായിരുന്നു. സത്യൻ ഹോസ്പിറ്റലിലെത്തിയതും ദുർഗ എല്ലാവർക്കിടയിൽ നിന്നും സത്യനെയും കൂടെ അല്പം മാറിയെന്ന് അശോകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അല്ലേലും അവൻ പറഞ്ഞ സത്യമല്ലേ ദുർഗെ, അവനെ പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റുമോ? പരസ്പരം ഉണ്ടായ തെറ്റിദ്ധാരണ. പിന്നെ അവൻ ഇവളെ വിവാഹം കഴിച്ച സമയം അവനെ എങ്ങനെയായിരുന്നു നമ്മളെല്ലാം കണ്ടതല്ലേ? അറിയാൻ സത്യേട്ടാ, പക്ഷെ ഞാൻ പറയുന്ന ഇപ്പം അതല്ല. നാളെ അവൾ നമ്മുടെ കൂടെ വീട്ടിലേക്ക് വരും. അതിനെന്താ,
അവളൊന്ന് ഓക്കെ ആവും വരെ അതിനല്ലേ നല്ലത്. ഉഫ് സച്ചിട്ട് അതല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവൾ വരുന്ന എനിക്ക് മറ്റെന്തിനേക്കാളും സന്തോഷം തന്നെയാ. പക്ഷേ അവളുടെ കൂടെ അവിടെ എല്ലാ പിണക്കുമാരി കൈലാസത്തിലേക്ക് പോകും വരെ അശോക് നമ്മുടെ വീട്ടിലുണ്ടാവും. അത്രയും വലിയ കൊട്ടാരത്തിൽ വളർന്ന് ജീവിച്ച അവന് നമ്മുടെ ആ ചെറിയ വീട്ടിൽ. നീ പറഞ്ഞ ശരിയാ. ശിവയോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അവൾ വാശിക്കൊട്ടും കുറവല്ല. അശോക് അവിടെ താമസിച്ചാ അവനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ടാവും. അത് തന്നെയാ ഞാനും പറഞ്ഞ്. കിടക്കാൻ നല്ലൊരു കട്ടിലുണ്ടോ, ചെറിയ മുറി, അവൻ ഇതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? നീ വാ. ശിവയോട് പറഞ്ഞ ഒന്നും നടക്കില്ല. അശോകിനോട് ഞാൻ സംസാരിക്കാം. വേണേൽ ഇടയ്ക്ക് അവളെ കാണാൻ വരാലോ വീട്ടിലേക്ക്. ബുദ്ധിമുട്ടി താമസിക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ഇനി അവൻ അവിടെ നിന്നാലും രണ്ടിൻ്റെ എപ്പോഴത്തെ സ്വഭാവം വെച്ച് എന്ത് സംഭവിക്കുന്നു ഓർത്തിട്ട് ഒരു പിടുത്തവും ഇല്ല. അവൻ സമ്മതിക്കോ സത്യേട്ടാ? നോക്കാം, നീ വാ. പറഞ്ഞുകൊണ്ട് സത്യൻ തിരികെ ശിവടക്കുന്ന മുറിയിലേക്ക് നടന്നു. എന്താവുമെന്ന സംശയത്തോടെ ദുർഗ അല്പനേരം ചിന്തിച്ചു നിന്നു. പിറ്റേന്ന് രാവിലെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഈ സമയം തങ്ങളുടെ കൂടെ വരാൻ തയ്യാറായി നിൽക്കുന്ന അശോകിനെ കണ്ട് സത്യൻ എന്ത് പറയണമെന്നറിയാതെ നിന്നു. പിന്നെ ഒന്നും നോക്കാതെ അവൻ്റെ അടുത്തേക്ക് ചെന്നു സത്യൻ. മോനെ എങ്കിൽ എന്നാലും നമുക്ക് ഇറങ്ങാം. അത് പിന്നെ മോനെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞ്. യെസ് അങ്കിൾ, ഈ സമയം എനിക്ക് അവിടെ കൂടുന്നേ പറ്റൂ. പിന്നെ അവിടെ പരിഭവം സങ്കടമെല്ലാം എനിക്ക് മാറ്റിയെടുക്കണ്ടേ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ പറയാൻ വന്ന് മോൻ ജീവിച്ചു വന്ന സൗകര്യം ഒന്നും ആ വീട്ടിലുണ്ടായെന്ന് വരില്ല എന്നല്ല, ഇല്ല എന്ന് തന്നെയാ. സത്യന്റെ വാക്കുകൾ കേട്ടതും ചിരിച്ചു അശോക്. അങ്കിൾ പറയും ശരിയാ. ഞാൻ ജനിച്ചോട്ട് എല്ലാ സൗകര്യത്തോടെയാണ് വളർന്ന്. എന്നാൽ ഇപ്പോൾ അതിനേക്കാളൊക്കെ ഞാൻ വില കൊടുക്കുന്ന മറ്റൊന്നുണ്ട്, എൻ്റെ നിധി. അവൾക്ക് വേണ്ടി ഈ ജീവിതത്തിൽ എന്നും സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. അശോകിന്റെ വാക്കുകൾ കേട്ട സത്യനിൽ അവനെക്കുറിച്ച് വല്ലാത്ത ബഹുമാനം തോന്നി. അഹങ്കാരി എന്ന് കരുതിയിരുന്ന അവനിൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായ ഒരു മനസ്സുണ്ടെന്ന് ഓർത്തു അയാൾ. എന്നാൽ അങ്കിൾ അവരെയും കൂടി താഴേക്ക് വാ, ഞാൻ കാറെടുത്ത് വരാം. സത്യൻ നോക്കി പറഞ്ഞുകൊണ്ട് അശോക് പുറത്തേക്ക് നടന്നു നീങ്ങി. ഒന്നിശ്വസിച്ചുകൊണ്ട് സത്യൻ റൂമിലേക്ക് നടന്നു. സത്യയുടെ എന്തായി? അശോക് എന്ത് പറഞ്ഞു? ഈ കാര്യത്തിൽ ഞാനോ നീയോ എന്നല്ല, ആരൊക്കെ പറഞ്ഞാലും അവൻ്റെ തീരുമാനം മാറില്ല. നീയും ഞാൻ കരുതുന്ന പോലെ നല്ല ദുർഗ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം സുഖ സൗകര്യങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുന്നവനവൻ. ഏതായാലും അവൻ്റെ തീരുമാനത്തിൽ തീർക്കാൻ ആർക്കും കഴിയില്ല. എന്നാലും അവന് കഴിയുന്നത്ര ബുദ്ധിമുട്ടില്ല നോക്കണം. സത്യേട്ടാ, അതിപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നാ? വേറൊന്നുമല്ല, എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിച്ചവനല്ലേ. പെട്ടെന്ന് മാറുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. നീ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ്റെ ഇഷ്ടം കൂടെ ഒക്കെ ചോദിച്ചറിഞ്ഞ് വേണം ഉണ്ടാക്കാൻ. പിന്നെ നോക്കാം, വീട്ടിലെത്തട്ടെ. എല്ലാം എടുത്തില്ലേ? എന്നിറങ്ങാം. മോളെയും കൂട്ടി വാ. ഒന്ന് മൂളിക്കൊണ്ട് ദുർഗ മുറിയിലേക്ക് കയറി. സരസ്വതിയുടെ മടിയിൽ തലയാഴ്ചിറക്കുന്ന ശിവയെ കണ്ട് ദുർഗ ഒരു പുഞ്ചിരിയോടെ ചെന്നു. സരസ്വതി, മോനെ ഇറങ്ങാനായി എന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? മോളെ ശിവ, വാ മോളെ. പറയുന്നതോടൊപ്പം അവളെ കയ്യിൽ പിടിച്ച് എണീപ്പിച്ചു. ശിവയും കൊണ്ട് താഴെത്തിയപ്പോഴേക്കും അരുന്ധതി രാജവർമ്മ അവിടേക്ക് എത്തിയിരുന്നു. ഇറങ്ങാറായോ മോളെ? മുത്തശ്ശി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞെത്തി. എന്നാ ഇനി എല്ലാവരും വണ്ടി കയറിക്കോ. മോളെ വീട്ടിലാക്കിയിട്ടേ ഞങ്ങൾ പോകൂ. അരുന്ധതി അവിടെ കവിളിലും തലോടിക്കൊണ്ട് പറഞ്ഞു. വൈകാതെ എല്ലാവരും കാറിലേക്ക് കയറി. വീട്ടിലേക്കുള്ള യാത്രയിലൊക്കെയും ഇടക്ക് മിറലിലൂടെ നിധിയുടെ മുഖത്തേക്ക് അശോകിന്റെ മിഴികൾ ചെന്നെത്തുന്നുണ്ടെങ്കിലും അതൊന്നും കണ്ട ഭാവം നടിക്കാതെ ശിവ പുറത്തേക്ക് നോക്കിയിരുന്നു. പെട്ടെന്ന് കാർ നിർത്തിയതും സത്യനും ദുർഗയും ശിവയും സംശയത്തോടെ നോക്കി അശോകിനെ. മുന്നിലായി രാജവർമ്മയുടെ കാറും നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്നും അരുന്ധതിയും സരസ്വതിയും രാവർമ്മയും പുറത്തേക്ക് ഇറങ്ങി. എന്താ മോനെ? സംശയഭാവത്തോടെ തന്നെ സത്യൻ അശോകിനെ നോക്കി ചോദിച്ചു. അങ്കിൽ എല്ലാവരും ഒന്ന് ഇറങ്ങും പറഞ്ഞുകൊണ്ട് അവൻ ഡോറിൽ പുറത്തേക്ക് ഇറങ്ങി. അവന് നോക്കിക്കൊണ്ട് തന്നെ സത്യനും ദുർഗയും പുറത്തേക്ക് ഇറങ്ങി. വാ മോളെ. ദുർഗ ശിവ വിളിച്ചും അവളൊന്നും പഠിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. അല്ല, എന്തിനാ ഇവിടെ നിർത്തിയത്? പറയാം. അവിടെ ഒരു ദേവക്ഷേത്രമുണ്ട്. എല്ലാവർക്കും അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. പ്രതീക്ഷിക്കാതെ ഓരോ സംഭവിച്ചു പോയി. ഇനി അങ്ങോട്ട് എല്ലാം നല്ലതിനാവട്ടെ. ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടോ? എന്ത് തെറ്റ് മോനെ? ദൈവത്തിനടുത്തേക്ക് ചെല്ലുന്നത് തെറ്റാണോ? പറഞ്ഞ പോലെ നല്ല തുടക്കാവട്ടെ, അല്ലേ മോളെ? സത്യൻ നിധിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അരുന്ധതി പറയുമ്പോൾ ആർക്കും അതിനെ നിരസിക്കാൻ തോന്നിയില്ല. എല്ലാവരും കൂടെ ആ ദേവീക്ഷേത്രത്തിലേക്ക് നടന്നു. കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അരുന്ധതി ഇനി അങ്ങോട്ട് തന്നെ മക്കൾക്ക് നല്ല സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മോളെ നിധി, നല്ലപോലെ പ്രാർത്ഥിക്കേ. ഇനി അങ്ങോട്ട് എല്ലാം ശുഭമായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാം പുതിയൊരു തുടക്കാവട്ടെ. അരുന്ധതിയെ നോക്കിയ ശേഷം ഒരു പുൻസിരിയോടെ കണ്ണുകളടച്ച് തൻ്റെ ഓരോ പരിഭവവും പരാതിയും പറഞ്ഞ് മനസ്സുരുകി പ്രാർത്ഥിച്ചു ശിവ. പെട്ടെന്ന് തന്റെ കഴുത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെടും തോന്നിയ ശിവ പതിയെ മിഴികൾ തുറന്നു. മിഴികൾ കഴുത്തിന് താഴേക്ക് പതിഞ്ഞതും അവിടെ പറ്റിപ്പിടിച്ചെടുക്കുന്ന അശോക് എന്ന പേരുകുത്തിയ താലിയിലേക്ക് പകപ്പോടെ നോക്കിയവൾ. തന്റെ പുറകിൽ പുൻസിരിയോടെ നിൽക്കുന്ന അശോകിനെ കാണാൻ ദേഷ്യത്തോടെ തുറിച്ചു നോക്കിയവൾ. അശോക് ഒരു പുൻസിരിയോടെ കണ്ണിറുക്കി കാണിച്ചതും അപ്പോഴാണ് ശിവ തന്റെ ചുറ്റും കൂടി നിൽക്കുന്നവരെ ശ്രദ്ധിച്ചത്.
അമ്മായി മാമ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അവരുടെയൊക്കെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണാൻ കഴിയുന്നുണ്ട്. മോളെ നിധി, അരുന്ധതി നിറഞ്ഞ സന്തോഷത്തോടെ വിളിച്ചു അവളെ. ഇത് മോളുടെ ബാഗിലെ മോള് സൂക്ഷിച്ചു വെച്ച അന്ന് കുഞ്ഞിലെ അശോക് നിന്നിൽ ചാർത്തിയ അതേ താലി തന്നെയാ. മോളുടെ ബാഗിൽ നിന്ന് അത് എടുത്തവന്റെ കൈ കൊടുത്തു. ഇവിടെ വന്നിത് അവനോട് അണിയിക്കാൻ പറഞ്ഞു ഈ മുത്തശ്ശി തന്നെയാ. എനിക്കറിയാം എത്രയൊക്കെ ദേഷ്യം പുറമേ കാണിച്ചാലും ഈ മനസ്സിന്റെ കോണിലൊരു സ്ഥാനം അവന് ഇപ്പോഴും ഉണ്ട്. അതാരെക്കാളും നന്നായിട്ട് ഈ മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം. ഒരു ചിരിയിൽ കയ്യിൽ കരുതിയ കുങ്കുമച്ചെപ്പിട് തുറന്ന് അശോകിന് നേരെ നീട്ടി അരുന്ധതി. മനസ്സ് നിറഞ്ഞ സംതൃപ്തിയോടെ അശോക് ശിവയെ നോക്കിക്കൊണ്ട് അല്പം കുങ്കുമം എടുത്ത് അവളുടെ സീമന്തരേഖയിൽ ചുവപ്പണിയിച്ചു. നിറഞ്ഞിട്ട് വീഴുന്ന മിഴികളോടെ ശിവ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും തന്നോടുള്ള അവളുടെ പരിഭവം മുഖത്ത് നിറഞ്ഞേൽക്കുന്നതായി തോന്നിപ്പോയി അശോകിന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.